നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ടുള്ളൊരു പായസമാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് പച്ചരി നന്നായിട്ട് തന്നെ ഒരു 6-7 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുതിർത്തെടുത്തപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളം തന്നെ എടുക്കുക വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് ഇതിലുള്ള വെള്ളം കുതിർത്തെടുത്ത വെള്ളം നമ്മൾ മാറ്റുകയാണ്. ഇനി നമുക്കിത് കുക്കറിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ വേവിക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടിപ്പോയിട്ടോ. ഒരു 3-4 വിസിലടിച്ചാൽ തന്നെ നന്നായിട്ട് തന്നെ വേവായി കിട്ടും. അപ്പോൾ ഇത് സാധാരണ ചോറ് വേവുന്ന പോലെ ഒന്ന് വെന്താൽ പോലെ കേട്ടോ. നമ്മളിത് പായസം ഉണ്ടാക്കാനാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ ആ ഒരു പരുവുണ്ടാവില്ല, അതുപോലെ ആവുമ്പോഴാട്ടോ ഈ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അപ്പോൾ അത് നമ്മൾ ഒരു 2.5 പീസ് ശർക്കര അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്കിത് മതിയാകും കേട്ടോ. അപ്പോൾ 125 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഈ ഒരു ശർക്കര പാകമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒരുക്കിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വെച്ച പച്ചരി ചോറുണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട്. അപ്പോൾ അത് 4 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വേവായി വന്നിട്ടുണ്ട്. പിന്നെ ഓരോ കുക്കറിനും അതിൻ്റെ അതായിട്ടുള്ള വിസിലിനും വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളിവിടെ ഇതിലോട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിലോട്ട് നമ്മൾ 3-ാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ പിഴുതെടുത്ത പാലാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു 1.5 കപ്പ് പാല്, തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം വീണ്ടും ഓണാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഒഴിച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കല്ലുള്ള ശർക്കര ആയതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഇനി നമുക്കിത് 1 മിനിറ്റ് സമയം നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഈ ശർക്കര ഉണ്ടല്ലോ, ഇത് ചോറിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. ഒരു 1.5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 2-ാം പാലും കൂടെ ഒഴിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് കേട്ടോ 2-ാം പാലുള്ളത്. അപ്പോൾ 2 കപ്പ് 2-ാം പാലാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2-ാം പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് 1 മിനിറ്റോളം സമയം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഈ ചോറിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ പച്ചരിയൊക്കെ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചരി വെച്ചിട്ട് ഇതുപോലെ സ്കൂളൊക്കെ ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനി ശർക്കര ഇല്ലെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ, എന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാട്ടോ, അതുകൊണ്ടാണ് ഒരു വെളുത്ത കളറുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ജീരകം നന്നായിട്ട് തന്നെ വറുത്ത് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന പായസത്തിന് ഈ ഒരു ജീരകപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഈ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്നല്ലാതെ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചേർക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഈ ചെറിയ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴാട്ടോ എനിക്ക് ഈ പായസത്തിന് കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒന്നാമത്തെ പാലാട്ടോ. നല്ല കട്ടിയായിട്ടുള്ള പാലാണ്. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ, ഒന്നാം പാല്. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ചെറിയ ഒരു ചൂട് തന്നെ മതിയാവും കേട്ടോ. തിളപ്പിച്ചെടുത്ത ആ ഒരു പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉള്ള പായസത്തിൻ്റെ ചൂടിൽ മതി കേട്ടോ. ആ ചൂടിൽ തന്നെ നമുക്കത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ അത് പായസം കൂടുതൽ ലൂസായിട്ടില്ല കേട്ടോ, കുറച്ച് ടൈറ്റായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ലൂസാക്കി ടൈറ്റാക്കി ചെയ്യുക. അപ്പോൾ അത് നമ്മൾ പാൻ വീണ്ടും ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത പായസം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.